ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർ രാത്രിയിൽ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്, രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും. ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഈ ഒരു സമയത്ത് ഹാപ്പി അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇതിൽ ഇവരുടെ ഒരു ഓവറോൾ തോട്ട്സ് നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർ പോസിറ്റീവായിട്ടുള്ളതും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളതും ഈ രണ്ട് കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു മനസ്സായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു 90% ആൾക്കാർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷെ നിങ്ങളുടെ ഒരു ബ്യൂട്ടി അല്ലെ മനോഹരമാണ്, സൗന്ദര്യം ഒക്കെ കണ്ടിട്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുക. അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൂടുതലായിട്ടും അവർ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില തോട്ട്സിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു മിസ് ഫീല് ഉണ്ടാവുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇവിടെ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പിൽ ഉള്ളവരുടെയാണ് ഇവിടെ ഒരു സ്പ്രെഡ് വന്നിരിക്കുന്നത്. ഇവിടെ ചില ആംഗിളിൽ നിന്ന് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ബ്രേക്കപ്പ് നടന്നിരിക്കുന്നത് ശരിയായ രീതിയിൽ തന്നെയാണ്. ഇങ്ങനെ ആയത് നന്നായി, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലൊക്കെ ആയിപ്പോയി, കുറച്ചുകൂടി ഒരു വഷളായി പോയേനെ, ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പൊ കുറച്ചൊരു വേദന ഉണ്ട് എന്നല്ലേ ഉള്ളൂ. അപ്പം എന്തായാലും അത് സാരമില്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ അവർക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. പലപ്പോഴും അവര് ഒരു ഡബിൾ മൈൻഡഡ് ആയി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ചില സമയങ്ങളിൽ അവർക്ക് തോന്നുന്നുണ്ട് ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ നഷ്ടബോധം പോലത്തെ ഒരു റിഗ്രറ്റ് പോലത്തെ ഫീലൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്, ലോസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴൊക്കെ ഇത് ഒരു പഴയതുപോലെ ആകണം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നികത്തണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എൻഡ് ആകേണ്ടിയിരുന്നത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇതിന്റെ ഒരു അവസാനം, ഇങ്ങനെ ആയത് നന്നായി. അങ്ങനെ രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷന് അവർക്ക് താല്പര്യമുണ്ട്, അവര് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് പർപ്പസ്ഫുള്ളി ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല, അവർ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ഒരു എനർജി എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ആകെ മൊത്തം ഒരു കലങ്ങി മറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനസ്സിന്റെ ഒരു ഫീലിങ്സ് ഒക്കെ കാണുന്നത്. ആകെ മൊത്തം ഒരു ഡിസ്റ്റർബ്ഡ് ആണ് ഈ വ്യക്തി. ആരോടും ഒന്നും പറയാനും പറ്റാത്ത ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ അവർക്ക് വളരെയധികം ഒരു ആൻസൈറ്റി, ഫിയർ എല്ലാം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു മൈൻഡ് നിങ്ങളിലേക്ക്
പുറകിലേക്ക് വരാൻ പോയാലും അതേ സമയത്ത് തന്നെ തടയുന്ന ഒരു ആൾക്കാരുടെ സാന്നിധ്യവും ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇവര് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ മൂന്നാമതൊരു സ്റ്റെപ്പ് പിറകിലോട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവര് പുറകിലേക്ക് പിടിച്ച് വലിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്ന വേറെയും ആൾക്കാർ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വടംവലിയിൽപ്പെട്ടത്, മുന്നോട്ടോ പുറകോട്ടോ ഇങ്ങനെ ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയിലായിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ്. നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആകില്ലേ, എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് പോകണോ, ഇനി നിർത്തണോ, ഇനി ഇത് തന്നെയാണോ ഇതിന്റെ അവസാനം, അല്ല അങ്ങനെയൊക്കെ ഒരു മൈൻഡഡ് ആണ് ഈ വ്യക്തി ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർക്ക് പുറമേ നിന്ന് ഒരു സപ്പോർട്ട്, നിങ്ങളല്ലാതെ വേറെ ഒരു സപ്പോർട്ട് ഇതിലേക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഇതാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് നിന്ന് ഒരു ഒന്ന് ജസ്റ്റ് മാറി ചിന്തിക്കാനായിട്ട് ഉള്ളൊരു ചാൻസ് കിട്ടിയാണ്. പക്ഷെ അങ്ങനെ ആരും പറയാനായിട്ട് അവർക്കില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. കാരണം ഇവരെപ്പോഴും ഒരു ഇന്ധനം വേണം ഇവർക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും പുഷ് ചെയ്ത് മുന്നോട്ട് വിടണം. നിങ്ങൾ ഇങ്ങനെ പൊക്കോ, ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് ആരെങ്കിലും പുഷ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്കൊരു ഇത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കഴിവുള്ളൂ. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് അതിലൂടെ മുന്നോട്ട് പോകാനായിട്ടൊരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ചുറ്റിനും ആരുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ആകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ ഇവർ ഇരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സാന്നിധ്യം വന്ന് കയറി കൂടിയിട്ടുണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പാസ്റ്റ് ലൈഫ് കർമാസിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് വന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും പർപ്പസ്ഫുള്ളി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എഫേർട്ട് ആയിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഏത് തരത്തിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാന്നിധ്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. രണ്ടുപേർക്കും മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ അനുവദിക്കുന്നില്ല. അപ്പോൾ എന്തൊരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി ചെന്നാലും ആ ഒരു സമയത്ത് ഇവർക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതിനുള്ള മെയിൻ കാരണം അത് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനായിട്ട് രണ്ടുപേർക്കും സാധിക്കുന്നുമില്ല. അപ്പൊ രണ്ടുപേരും രണ്ടു തരത്തിലാണ് നിൽക്കുന്നത്, രണ്ട് തട്ടുകളിലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത് രണ്ടുപേരും നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ചില റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് നന്നായിട്ട് ഒന്നിച്ച് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഈ റിലേഷൻഷിപ്പിലൊക്കെ ചിലവരുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എത്താവുന്ന റിലേഷൻഷിപ്പും ഇതിനകത്ത് ഒത്തിരി പേര് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ രണ്ടുപേരും അതിന് തയ്യാറല്ല, അല്ലെങ്കിൽ ഒരാൾ ഇതിന് തയ്യാറാവാതെ മാറി നിൽക്കും, ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഇതിങ്ങനെ എങ്ങും എത്താത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒന്നും മുഖത്ത് നോക്കി തുറന്ന് പറയാനായിട്ട് പറ്റുന്നില്ല, എന്നാ വേണ്ട എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല, ഒന്നിനും തന്നെ ഇവർക്ക് പറ്റുന്നില്ല. അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേണം എന്നാ വേണ്ട, ആ ഒരു അവസ്ഥയാണുള്ളത്. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ളൊരു തോന്നലാണ് അവർക്കുള്ളത്. ഇനി ഇത് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തതാവാം. അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ഒരു ചീറ്റിങ് കാരണം നിങ്ങൾ ചിലപ്പോൾ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കില്ല എന്നുള്ളൊരു ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തിന്റെ പേരിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയി എന്നാണ് അവരുടെ ഒരു പൊതുവേ ഉള്ളൊരു അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അവർ നിരാശരായിട്ട് നിൽക്കുന്നത്, ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചിന്ത അവരെ വളരെ വളരെ നിസ്സഹായരാക്കി ഇങ്ങനെ മാറ്റുകയാണ്. ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് വേണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. എന്നാൽ അതിനായിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകളിൽ പോലും അവർ ഒട്ടും ഒരു ഹാപ്പി അല്ല.
പിന്നെ നിങ്ങളുടെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങൾ എല്ലാം അവർ ഓർക്കുന്നുണ്ട്. ഈ രാത്രി സമയങ്ങളിലൊക്കെ അവർ നിങ്ങളുടെ കൂടെ ചിലവഴിച്ച സമയങ്ങൾ എല്ലാം ഓർക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവര് ചിന്തിച്ച് ശരിക്കും പറഞ്ഞാൽ കിളി പോയിരിക്കുന്ന അവസ്ഥയിൽപ്പെട്ടിരിക്കുകയായിരിക്കും. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ഇവര് ഒരു രീതിയിൽ ചിന്തിച്ച് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാം, മറ്റേത് ആർസ് എന്നൊക്കെ ചിന്തിച്ച് അതൊരു ഓക്കെ ആക്കി വെക്കും. എന്നിട്ട് അവര് പിന്നീട് പെട്ടെന്ന് തന്നെ അവരുടെ ചിന്തകൾ മാറുകയാണ്. അവർ വേറെ രീതിയിൽ ചിന്തിക്കുകയാണ്. ഇനി ഇതൊന്നും ഓക്കെ ആകാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ ആയില്ലേ, ഇത് എൻ്റെ ആയി പോയല്ലോ, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇത് എൻ്റെ ആയി പോകേണ്ട റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വീണ്ടും ചിന്തിക്കുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് ഈ രീതിയിലാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്തും അതുപോലെ പാസ്റ്റിലും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ എന്താണ് അവർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിങ് ഓഫ് സോഡ്സ്, പേജ് ഓഫ് വാൻസ്. ഓക്കെ, ഫിസിക്കലി ഒത്തിരി നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മെന്റൽ ക്ലാരിറ്റി ഇവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമ്മളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു ഇമോഷൻസിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള, ഇതിങ്ങനെ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. നിങ്ങളുമായിട്ടൊരു മാരേജ് ചെയ്യണം, അങ്ങനെയൊക്കെ സെലിബ്രേഷൻ ഉണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണം, എല്ലാം ഒരു സമാധാന നിലയിലേക്ക് വന്നം എന്നൊക്കെ രാത്രി സമയങ്ങളിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതേ സെയിം ടൈമിൽ തന്നെ അവർ വീണ്ടും അത് നേരെ തിരിച്ചും ചിന്തിക്കുന്നു. ഓക്കെ, എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, എനിക്ക് കുറച്ചും കൂടി ഒരു നല്ല രീതിയിലേക്ക് പോകണം, ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇവർ കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു സെപ്പറേഷനിലേക്ക് പോയത് നന്നായി എന്നുള്ള രീതിയിലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ഒരു ഒറ്റപ്പെട്ടതുപോലെ ഉള്ള ഒരു ഫീലിങ്സ് ഈ ഒരു പേഴ്സണ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു അവര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെയോ എഫേർട്ട് ഇടുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർക്ക് അതിനൊന്നുമുള്ള ഒരു റിവാർഡും അവർക്ക് ലഭിക്കുന്നില്ല. ഭയങ്കര നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു സമയങ്ങളാണ്. എപ്പോഴും അവർക്ക് ചിന്തകൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് ഈ വ്യക്തി ഉള്ളത്. ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സുകളൊക്കെ തന്നെയാണ് നമുക്ക് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഭയങ്കര ഡിസപ്പോയിൻമെന്റഡ് ആണ് ഈ ഒരു പേഴ്സൺ, നിരാശയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നത്. പിന്നെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് ഓക്കെ ആക്കാനായിട്ട് സാധിക്കും. ഒരു ഡയറക്റ്റ്, അതും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നും അത് തന്നെയാണ് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, ഉറപ്പായിട്ടും അത് ഫലം കാണും. ഒത്തിരി ആളുകൾക്ക് നമ്മൾ ഓൾറെഡി റീഡിങ്ങിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളൂ എന്നുള്ളത്. അതും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനോടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവർ സ്വയമായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു.
എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത ആ ഒരു നിമിഷങ്ങൾ വളരെ പ്രീഷ്യസ് ആണ്. അതിനെക്കുറിച്ച് അവരെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് അവർ മിസ് ചെയ്യുന്നു, നിങ്ങളെ കാണാനായിട്ട് അവർ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ സൂൺ. ഓക്കെ, അവർ പ്രതീക്ഷിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, മുന്നമേ അവർ റിയലൈസ് ചെയ്തിരുന്നില്ല ഈ ഒരു സ്നേഹം ഇത്രയും ഒരു ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്തിരുന്നില്ല, തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് ഈ ഒരു സമയത്ത് പറയുകയാണ്. യു ആർ മൈ സോൾ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ആത്മാവ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുന്നു. ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, നിങ്ങളിലേക്ക് അവർ തിരികെ വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജോ ഒക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് ഫോട്ടോഗ്രാഫി. നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ഫ്ലവേഴ്സിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 55 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ കെ കിട്ടുന്നുണ്ട്. ലവബിൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ്. ഓക്കെ, 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നു. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളുണ്ടാകാം. കെയറിങ്. ഓക്കെ, നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ചാരിറ്റി. ഓക്കെ, ചാരിറ്റി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. 54 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 1987 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നുണ്ട്. 45 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ ന്യൂ ട്രെൻഡ്സ്, പുതിയ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം. റെയിൻബോ സയൻസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോ സയൻസ് ധാരാളമായിട്ട് കാണുന്നുണ്ടായിരിക്കും, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. 1995 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒത്തിരി ആളുകൾ എന്നെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ ആളുകൾ നമ്മുടെ ചാനലിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു സമയത്ത് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടിട്ട് ഇന്നൊരു റീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കമന്റ് വഴി അറിയിക്കുകയാണെങ്കിൽ നമ്മൾ തുറന്നു വരുന്ന വീഡിയോസിൽ ആ ഒരു റീഡിങ്ങിന്റെ ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.